ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് നാരായണീയത്തിലെ 82-ാമത്തെ ദശകത്തിലാണ് ബാണാസുര യുദ്ധവും നൃഗമോക്ഷവും പറയുന്നത്. ശ്രീമദ് നാരായണീയത്തിലെ മാത്രമല്ല, ശ്രീമദ് മഹാഭാഗവതത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണിത്. ഇത് ശ്രീകൃഷ്ണ ഭക്തിയുടെ മാഹാത്മ്യവും ഭക്തരുടെ രക്ഷയും വിവരിക്കുന്ന ഒരു പ്രധാന ഭാഗം തന്നെയാണ്. ഈ ബാണാസുരൻ എന്ന് പറയുന്നത് മഹാബലിയുടെ വംശത്തിൽപ്പെട്ട ശക്തനായിട്ടുള്ള ഒരു അസുരനാണ്. കഠിനമായ തപസ് ചെയ്ത് മഹാദേവൻ്റെ കൈകളിൽ നിന്ന് വരം പ്രാപ്തമാക്കി, അതായത് 1000 കൈകൾ, അതിനോട് ഒത്ത ശക്തിയും പ്രാപ്തമാക്കി. പൊതുവെ ശക്തി വർദ്ധിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വർദ്ധിക്കുന്ന ഒന്നാണ് അഹംഭാവവും. തന്നേക്കാൾ ശക്തൻ മറ്റാരുമില്ല എന്നുള്ള ഒരു അഹംഭാവം ആർക്കുണ്ടായി? ബാണാസുരന് ഉണ്ടായി. അങ്ങനെ തൻ്റെ ഗോപുരം കാവൽ നിൽക്കുവാൻ സാക്ഷാൽ മഹാദേവനോട് തന്നെ അഭ്യർത്ഥിക്കുകയാണ് ബാണാസുരൻ. ഭക്തവത്സലനായ മഹാദേവൻ ആ അപേക്ഷ സ്വീകരിച്ചു. ബാണാസുരൻ്റെ ശോണിതപുരത്തിന് കാവൽ നിൽക്കുകയാണ് തൻ്റെ ഭൂതഗണങ്ങളോടൊപ്പം തന്നെ. അങ്ങനെ ബാണാസുരൻ വളരെ ശക്തനായി, തന്നെ എതിർക്കുവാൻ ആരും തന്നെ ഇല്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തിച്ചേർന്നപ്പോൾ, കാരണം 1000 കൈകളുള്ള ബാണാസുരനെ എതിർക്കുവാൻ എല്ലാവർക്കും ഭയമായിരുന്നു. അപ്പോൾ ബാണാസുരൻ മഹാദേവനെ സമീപിച്ചു പറഞ്ഞു, എനിക്ക് എതിരാളിയായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല. അങ്ങ് തന്ന ഈ ഒരു വരം 1000 കൈകൾ എനിക്കിപ്പോൾ ഭാരമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കൊരു എതിരാളിയായിട്ട് ഞാൻ അങ്ങയെ തന്നെയാണ് കാണുന്നത്. അത് കേട്ട് ക്രുദ്ധനായ മഹാദേവൻ പറയുകയാണ്, എനിക്കൊപ്പം ശക്തിയുള്ള ഒരു വീരൻ ഇവിടെ എത്തിച്ചേരുമ്പോൾ നിന്റെ പതാക മുറിഞ്ഞു വീഴുന്നതാണ്. അപ്പോൾ ഘോരമായ യുദ്ധവും ഉണ്ടാകും. ബാണാസുരന് ഒരു മകളുണ്ടായിരുന്നു, ഉഷ. വളരെയധികം സാമർഥ്യമുള്ള ഒരു രാജകുമാരി. ഒരു ദിവസം ഉഷയുടെ സ്വപ്നത്തിൽ സുന്ദരനായ ഒരു യുവാവ്, ആ യുവാവിനെ സ്വപ്നം കണ്ട് ഉഷയ്ക്ക് അദ്ദേഹത്തോട് വളരെയധികം അനുരാഗം തോന്നുകയാണ്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ആ രാജകുമാരിക്ക് അദ്ദേഹത്തെ ലഭിക്കുവാൻ വളരെയധികം ആഗ്രഹം തോന്നി. തൻ്റെ ഊണും ഉറക്കവുമെല്ലാം ഉപേക്ഷിച്ച് ഉഷയുടെ തോഴിയായിട്ടുള്ള ചിത്രലേഖയ്ക്ക് തൻ്റെ സഖിയുടെ ഈ ഒരു അവസ്ഥ മനസ്സിലായി. ഉഷയോട് ചോദിക്കുകയാണ്, എന്താണ് നിനക്കുള്ള പ്രയാസം? അപ്പോൾ ഉഷ മറുപടി പറയുകയാണ്, ഞാൻ സ്വപ്നത്തിൽ ഒരു യുവാവിനെ ദർശിച്ചു. അദ്ദേഹത്തെ തന്നെ എനിക്ക് പതിയായി ലഭിക്കണം. ഈ ചിത്രലേഖയാകട്ടെ ചിത്രകലയിൽ നിപുണയായിരുന്നു. ഉഷ പറഞ്ഞതനുസരിച്ച് എല്ലാ യോദ്ധാക്കളുടെയും ചിത്രം വരയ്ക്കുവാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരുടെയായി വരച്ചു അവസാനം ശ്രീകൃഷ്ണ പൗത്രനായിട്ടുള്ള അനിരുദ്ധൻ്റെ ചിത്രം വരച്ചു. അത് കണ്ടപ്പോൾ ഉഷ പറഞ്ഞു, ഇദ്ദേഹത്തെ തന്നെയാണ് ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചത്. ഇത് അനിരുദ്ധനാണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെ പൗത്രനാണ് എന്ന് പറയുകയാണ് ചിത്രലേഖ ഉഷയോട്. ഉഷയ്ക്ക് ചിത്രകലയിൽ മാത്രമായിരുന്നില്ല നിപുണത, യോഗ വിദ്യയിലും വളരെയധികം കഴിവുണ്ടായിരുന്നു. തൻ്റെ യോഗബലം ഉപയോഗിച്ച് അനിരുദ്ധനെ ദ്വാരകയിൽ നിന്ന് ബാണാസുരൻ്റെ കൊട്ടാരത്തിലെത്തിച്ചു. എന്നാൽ തൻ്റെ കൊട്ടാരത്തിൽ മറ്റൊരു പുരുഷൻ കടന്നിട്ടുണ്ട് എന്നറിഞ്ഞ ബാണാസുരൻ ഘോരമായ യുദ്ധത്തിലൂടെ തന്നെ അനിരുദ്ധനെ തൻ്റെ തടവിലാക്കുകയാണ്. ശ്രീ നാരദ മുനിയിൽ നിന്ന് ഈ വിവരം കേട്ടറിഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ യാദവ സൈന്യത്തോടൊപ്പം ബാണാസുരൻ്റെ ശോണിതപുരത്തിലെത്തി. ആ സമയത്ത് തന്നെ അയാളുടെ പതാക മുറിഞ്ഞു വീഴുകയാണ്. അങ്ങനെ അവിടെ ഘോരമായ ഒരു യുദ്ധം നടക്കുകയാണ്. ആ ഘോരമായ യുദ്ധത്തിൽ ശ്രീ പരമേശ്വരനും
ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ അവസാനത്തെ ജയം ശ്രീകൃഷ്ണ ഭഗവാന് തന്നെ ലഭിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ ബാണാസുരൻ്റെ എല്ലാ കൈകളും വെട്ടിമാറ്റുകയാണ്. എന്നാൽ ശ്രീ മഹാദേവൻ്റെ അപേക്ഷ പ്രകാരം ഇരുവശത്തും 2 കരങ്ങൾ വീതം നൽകുകയാണ് ബാണാസുരന്. അങ്ങനെ ശ്രീ പരമേശ്വരൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ആശീർവാദം ലഭിച്ച് അനിരുദ്ധനും ഉഷയും വിവാഹിതരാകുന്നു. തൻ്റെ ശക്തിയെല്ലാം നശിച്ചപ്പോൾ ബാണാസുരൻ്റെ അഹങ്കാരവും ഇല്ലാതായിത്തീർന്നു. ഈ യുദ്ധത്തിലൂടെ ശ്രീ പരമേശ്വരൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും വൈരമല്ല, മറിച്ച് ദൈവികതയുടെ ഏകത്വമാണ് കാണിക്കുന്നത്. ബാണനുമായിട്ടുള്ള യുദ്ധം കേവലം ഒരു യുദ്ധകഥയല്ല. മനുഷ്യൻ്റെ അന്തർമനത്തിലെ അഹങ്കാരത്തെയും ദൈവികതയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ബാണാസുരൻ എന്ന് പറയുന്നത് അഹങ്കാരഭാവവുമാണ്. എല്ലാ മനസ്സുകളിലും മനുഷ്യൻ്റെ മനസ്സിലുമുള്ള അഹങ്കാരഭാവമാണ് ബാണാസുരനിലൂടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 1000 കൈകളാകട്ടെ അനന്തമായിട്ടുള്ള ആഗ്രഹം, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും എനിക്ക് എല്ലാം കഴിയുമെന്ന മനുഷ്യൻ്റെ ഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉഷയിലൂടെ ജീവാത്മാക്കളുടെ ഈശ്വര അന്വേഷണമാണ് കാണുന്നത്. ഓരോ ആത്മാക്കളും പരമാത്മാവിനോടുള്ള പ്രണയം അത് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അനിരുദ്ധനാകട്ടെ ഈശ്വര ചൈതന്യമാണ്, ഓരോ വ്യക്തികളിലുമുള്ള ഈശ്വര ചൈതന്യം. ഇവിടെ ജീവാത്മാവും ഈശ്വര ചൈതന്യവും ഒന്നിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ തടസ്സമാകുന്നത് എന്താണ്? അഹങ്കാരമാണ്, നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരം. അതാണിവിടെ ബാണാസുരൻ എന്ന് പറയുന്ന അഹംഭാവം. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പരമാത്മാ സ്വരൂപമാണ്. ഈ പരമസത്യമാകട്ടെ ആ അഹങ്കാരത്തെ നശിപ്പിച്ച് ആ ജീവാത്മാവിനെ മോചിപ്പിക്കുന്നു. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനും മഹാദേവനും തമ്മിലുള്ള യുദ്ധം മുൻപ് പറഞ്ഞതുപോലെ ഒരു വൈരമല്ല കാണിക്കുന്നത്, മറിച്ച് സൃഷ്ടിയിലെ വ്യത്യസ്ത ശക്തികളുടെ ലീല മാത്രമാണത്. അവസാനം എല്ലാം തന്നെ പരബ്രഹ്മത്തിൽ ഏകീകരിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തത്വം എന്താണ്? അഹങ്കാരം കുറയുമ്പോൾ ഈശ്വര അനുഗ്രഹം ലഭിക്കും. ഭക്തിയിലൂടെ ഉള്ളിലുള്ള ആസുരിക ഭാവം നശിക്കും. ഈശ്വര ഭക്തിയും സമർപ്പണ മനോഭാവവും നമ്മളെ ഓരോരുത്തരെയും മോക്ഷത്തിലേക്ക് നയിക്കുന്നു. എല്ലാവർക്കും ആ പരമാത്മാവിൻ്റെ കൃപാകടാക്ഷം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.